ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെക്കേഷൻ കാലം നമ്മുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് എടുക്കാവുന്ന ജിയോമെട്രിക്കൽ പാറ്റേൺസ് ഇപ്പോൾ A4 പേപ്പറിൽ കുട്ടികൾക്ക് സ്വന്തമായി ചെയ്തെടുക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണ് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്നത്. കഴിയുന്നതും ദിവസേന ഒന്ന് എന്നുള്ള രൂപത്തിൽ തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ 2 മാസം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് 50-ലധികം ചിത്രങ്ങൾ വരച്ചെടുക്കാം. എന്തായാലും പിന്നെ ഒരു ദിവസം ഒന്ന് എന്നുള്ള രൂപത്തിൽ വരയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 60 ചിത്രങ്ങൾ കുറയാതെ കിട്ടും. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായ ചിത്രങ്ങൾ. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ, LP തലത്തിലുള്ള കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളുടെ സഹായം അവർക്ക് വേണ്ടി വരും. കാരണം അവർ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഒന്നും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ആ അളവ് ഏങ്കിൾ എടുക്കുന്നത് അല്ലെങ്കിൽ കോമ്പസ് കൊണ്ട് പിന്നെ വൃത്തഭാഗങ്ങൾ വരയ്ക്കുന്നത് അവിടെയൊക്കെ മുതിർന്ന കുട്ടികളോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ ഒന്ന് സഹായിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ സ്കൂൾ തുറക്കുമ്പോഴേക്കും അവരെ കയ്യിൽ കുറേ ചിത്രങ്ങളുള്ള ഒരു ആൽബം കൃത്യമായിട്ടുണ്ടാവും. അങ്ങനെ ധാരാളം കുട്ടികൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളെ കുട്ടികളും അതുപോലെ ഇത് കേൾക്കുന്ന ടീച്ചേഴ്സും അവരുടെ കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാക്കളുടെ ഗ്രൂപ്പിലേക്ക് ഈ സന്ദേശം അയക്കുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഈ വീഡിയോ പുതുതായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ മറ്റു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ ചിത്രമാണ് നിർമ്മിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ചിത്രമാണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കും മുതിർന്നവരുടെ ഒരു സഹായത്തോടുകൂടി വളരെ മനോഹരമായി വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ചിത്രവും A4 പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത്. A4 പേപ്പറിൻ്റെ മധ്യഭാഗത്തുള്ള ബിന്ദുവിൽ നിന്നും 5 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. പെൻസിൽ കൊണ്ട് നിറമില്ലാതെ വരച്ചാൽ മതി, നിറത്തിൽ നമുക്ക് വരക്കണ്ട. പിന്നെ ആ അരികിൽ നിന്നും 10 സെൻറ്റിമീറ്റർ അകലത്തിലൊരു പോയിൻ്റ് വൃത്തത്തിലിട്ടുകൊണ്ട് അതേ റേഡിയസ് കൊണ്ട് സർക്കിളിനെ 6 തുല്യ ഭാഗമാക്കി ഭാഗിക്കുകയാണ്. അപ്പോൾ ഒരു സർക്കിളിനെ അതേ റേഡിയസ് കൊണ്ട് 6 തുല്യ ഭാഗമാക്കി ഭാഗിച്ചു. ഇനി ആ സർക്കിളിന് ഡയമീറ്റർ വരയ്ക്കുകയാണ്. അങ്ങനെ 3 ഡയമീറ്റർ വരയ്ക്കുമ്പോൾ അത് 6 തുല്യ ഭാഗമായി മാറും. യെസ്. ഇനി ആ ഓരോ ഡയമീറ്ററിൻ്റെയും അറ്റത്ത് നിന്ന് അതേ റേഡിയസ് 5 സെൻറ്റിമീറ്റർ റേഡിയസ് തന്നെ ആർക്ക് വീശി മുറിക്കുകയാണ്. അങ്ങനെ 6 ഭാഗത്തുനിന്നും ആർക്ക് വീശി മുറിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുക. പക്ഷേ ഇവിടെ സ്റ്റാർ ഉണ്ടാക്കുന്നില്ല. സ്റ്റാറിന് പകരം മറ്റൊരു രൂപമാണ്, സ്റ്റാറായി വരുന്നില്ല. അപ്പോൾ റോംബസ് അല്ല ഇവിടെ നിർമ്മിക്കുന്നത്. അവിടെ നിന്ന് കൃത്യം ആ ആർക്ക് കട്ട് ചെയ്ത ഭാഗത്തേക്ക് വരയ്ക്കുമ്പോൾ കൃത്യം 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. യെസ്. അപ്പോൾ മധ്യബിന്ദുവിൽ നിന്ന് ആദ്യം പുറപ്പെട്ട വരയും 5 സെൻറ്റിമീറ്ററാണ്. നമ്മളിപ്പോൾ വരയ്ക്കുന്ന വരയും 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ആദ്യത്തെ വരയിൽ നിന്നും 120 ഡിഗ്രി ചെരിവിലാണ് രണ്ടാമത് വരയ്ക്കുന്ന ആ വര. യെസ്. അപ്പോൾ ഈ രൂപത്തിലാണ് കിട്ടുക. നമ്മൾ റോംബസ് ആയിട്ട് വരയ്ക്കുന്നില്ല, ഇങ്ങനെയാണ് ചിത്രം ഉണ്ടാകുക. ഇനി അവിടുന്ന് ആ 2 അറ്റത്തൊന്നും ഒരു വര അവസാനിച്ചെടുക്കുകയെന്ന് വീണ്ടും നമുക്ക് ഇവിടെ നമ്മൾ റോംബസിന് വേണ്ടി വരക്കുന്നതിന് പകരം അവിടെ ഓരോ സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇടുക. അറ്റത്ത് 0, താഴെ അറ്റത്ത് 5 ഉള്ളത്. അപ്പോൾ 1 2 3 4
1 2 3 4 4 പോയിൻ്റ്. ആ 4 പോയിൻ്റ് ഇടുമ്പോൾ തന്നെ അത് 5 തുല്യ ഭാഗങ്ങളാക്കി മാറും. ഓരോ സെൻറ്റിമീറ്ററിനാണ് ഓരോ പോയിൻ്റ് ഇടുന്നത്. അപ്പോൾ പെൻസിൽ കൊണ്ടിട്ടാൽ മതി. യെസ്. ഇനി അടുത്ത സ്റ്റെപ്പ്, അവിടെയും അതാ നമ്മൾ ഡയമീറ്റർ വരച്ച് ആ ഭാഗത്തും ഓരോ സെൻറ്റിമീറ്ററിന് അടയാളപ്പെടുത്തണം. ആ വരയിലാണ് അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ 6 ഭാഗത്തും നേരത്തെ ചെയ്തതുപോലെ 0 മധ്യബിന്ദുവിലും മറ്റേ അറ്റം 5 സെൻറ്റിമീറ്ററിലുമാണുള്ളത്. 1 2 3 4 4 പോയിൻ്റ്. 1 2 3 4. ഇനി അത് ചേർത്ത് വരക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ആർക്ക് വീശി പുറത്ത് പോയിൻ്റ് കാണണം. അങ്ങനെയുള്ള 6 പോയിൻ്റുകളും കൂടി നമുക്ക് കിട്ടണം. വീണ്ടും 5 സെൻറ്റിമീറ്റർ റേഡിയസ് തന്നെയാണ്. നമ്മൾ എടുത്തത് മുഴുവൻ 5 സെൻറ്റിമീറ്ററാണ്. ആ രണ്ടറ്റത്തുനിന്നും പുറത്തേക്ക് ആർക്ക് വീശി മുറിക്കുക. അടുത്തടുത്ത 2 പോയിൻ്റുകൾ അഗ്രബിന്ദുക്കളിൽ നിന്നാണ് പുറത്തേക്ക് ആർക്ക് വീശുന്നത്. അങ്ങനെ 6 പോയിൻ്റ് നമുക്ക് പുറത്ത് കിട്ടി. ഇനി ആ 6 പോയിൻ്റും പരസ്പരം യോജിപ്പിച്ച് വരയ്ക്കുകയാണ് വേണ്ടത്. ആ 6 പോയിൻ്റും പരസ്പരം യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ 5 + 5 10 സെൻറ്റിമീറ്റർ സ്ട്രെയിറ്റ് ലൈനിൽ കിട്ടും. 10 സെൻറ്റിമീറ്റർ നേർരേഖ. അപ്പോൾ അധികം അമർത്തി വരക്കാതിരിക്കുന്നത് അവിടെ പോയിൻ്റ് ഇടാൻ വേണ്ടിയാണ്. ആ വരയിൽ നമുക്ക് പോയിൻ്റ് ഇടേണ്ടതുണ്ട്. നല്ല നിറത്തിലാണെങ്കിൽ അത് കാണില്ല, അതുകൊണ്ടാണ്. യെസ്. ഇനി ആ ഒരു പോർഷനിലും കൂടെ 1 2 3 4 അവിടെയും പിന്നെ സ്കെയിൽ വെക്കുന്നത് ഒരറ്റത്ത് 0 മറ്റേ അറ്റത്ത് 5. 1 2 3 4 എല്ലാ ഭാഗത്തും വരുന്നില്ല. ഒന്നിടവിട്ട വരകളിലാണ് അത് വരുന്നത്. 1 2 3 4. അപ്പോൾ 6 ഭാഗത്തും അതിൻ്റെ പകുതിയിൽ മാത്രമേ വരുന്നുള്ളൂ, മുഴുവനായിട്ടും വരുന്നില്ല. യെസ്, അവിടെ കൂടെ. അപ്പോൾ പുറത്തുള്ള പെരിമീറ്ററിൽ മൊത്തം വരുന്നില്ല, അതിൻ്റെ പകുതിയിലാണ്, ഓരോ പകുതിയിൽ മാത്രമേ വരുന്നുള്ളൂ. യെസ്. ഇനി അടുത്ത വര നമുക്ക് പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ CD മാർക്കർ കൊണ്ട് വരയ്ക്കാം. CD മാർക്കർ കൊണ്ട് വരച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക നോക്കാം. ആ പോയിൻ്റ് വരെയാണ്, മുഴുവനായിട്ടും വരക്കുന്നില്ല. ആ പോയിൻ്റ് വരെ, നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ ഇട്ട പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് വരെ മാത്രം. യെസ്. അങ്ങനെ 4 വര. പിന്നീട് അത് 120 ഡിഗ്രി ചെരിവിൽ ഈ രൂപത്തിലാണ് വരുന്നത്. കാരണം അവിടെയാണല്ലോ അത് അടുത്ത പോയിൻ്റ് നമ്മൾ അടയാളപ്പെടുത്തിയത്. ഞാനിതിപ്പോൾ വരക്കുന്നത് ബ്ലാക്ക് CD മാർക്കർ കൊണ്ടാണ്. ഇനി അടുത്തതും അതേ രൂപത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. യെസ്. ശ്രദ്ധിക്കുക, ആ അറ്റത്ത് വരെ വരക്കുന്നില്ല. എവിടെയാണോ നമ്മൾ 1 സെൻറ്റിമീറ്റർ പോയിൻ്റ് ഇട്ടത്, ഓരോ സെൻറ്റിമീറ്റർ അവിടം വരെ മാത്രമേ വരക്കുന്നുള്ളൂ. വരക്കുന്നത് മുഴുവൻ പാരലൽ ലൈൻസാണ്, സമാന്തര രേഖകൾ തന്നെയാണ്. അപ്പോൾ അത് വലത്തേ അറ്റത്തു നിന്ന് തുടങ്ങി ഇടതുവശത്തേക്കാണ് പോകേണ്ടത്. എങ്കിലേ നമ്മൾ വരക്കുന്ന എല്ലാ വരകളും കാണും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലത്തു നിന്ന് തുടങ്ങി ഇടത്തേക്ക് എന്തുകൊണ്ടാണ് പോകുന്നത്. ഇടത്തു നിന്ന് വലത്തോട്ടാണ് വരക്കുന്നതെങ്കിൽ ഓരോ വരയുടെയും മേലെ സ്കെയിൽ കയറി വരികയും
അപ്പോൾ ആദ്യം വരച്ച വര കാണാതിരിക്കുകയും തെറ്റിപ്പോവുകയും ചെയ്യും. അതുകൊണ്ടാണ്. മറ്റൊന്ന്, പിന്നെ ആ മഷി കുറച്ചെങ്കിലും നനവുണ്ടെങ്കിൽ അത് പടരും. സ്കെയിലിൻ്റെ അടിയിൽ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ പടരുമല്ലോ. ഇപ്പോഴും നമ്മൾ വരയ്ക്കുന്ന മുഴുവൻ വരകളുടെയും ലെങ്ത് 5 സെൻറ്റിമീറ്ററാണ് കേട്ടോ. 5 സെൻറ്റിമീറ്റർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. 5 സെൻറ്റിമീറ്റർ ഉള്ള പാരലൽ ലൈൻസ്. 5ൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. എല്ലാ വരകളുടെയും നീളം 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന കുറച്ചും കൂടെ ഒരു കട്ടിയുള്ള A4 പേപ്പർ ആണെങ്കിൽ നല്ലതാണ്. ഞാനിത് 100 GSM തിക്നെസ് ഉള്ളത് പ്രത്യേകിച്ച് വാങ്ങിയതാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള പേപ്പറായിരിക്കും. കട്ടി കുറഞ്ഞതാകുമ്പോൾ നമ്മൾ കളറൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കത് പിന്നെ ചുളിഞ്ഞു പോകാനും കീറിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്. യെസ്, ഇതും കൂടിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, വരച്ച എല്ലാ വരകളും സമാന്തര വരകളാണ്, പാരലൽ ലൈൻസാണ്. അതുപോലെ ഓരോ വരയും തൊട്ടടുത്തേക്ക് തിരിഞ്ഞു പോകുമ്പോൾ 120 ഡിഗ്രി ചെരിവിലാണ് പോകുന്നത്. എല്ലാ വരകളുടെയും നീളം 5 സെൻറ്റിമീറ്ററുമാണ്. യെസ്. ഇനി നമ്മൾ നേരത്തെ പെൻസിൽ കൊണ്ട് വരച്ച എല്ലാ വരകളും അത് CD മാർക്കർ കൊണ്ട് ഒന്നും കൂടെ വരക്കണം. അപ്പോൾ എല്ലാ വരകളും ബ്ലാക്കായി മാറും. ആദ്യം തന്നെ ആ വര CD മാർക്കർ കൊണ്ട് വരച്ചാൽ അതിൽ പോയിൻ്റ് ഇടാൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാതിരുന്നത്. യെസ്. അങ്ങനെ 6 വശവും വരച്ചതിന് ശേഷം പിന്നെ നമ്മൾ എവിടെയൊക്കെയാണോ മധ്യഭാഗത്ത് 3 ഡയമീറ്റർ, അത് ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചതാണ്. 1, 2, 3. യെസ്. ഇനിയും ഓരോന്നും കൂടെ ഉണ്ട്. 6 ഭാഗത്തും 6 വരകളും കൂടെ വരേണ്ടതുണ്ട്. 1. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ആ വൃത്തവും ആർക്കും ഒക്കെ വളരെ നേരിയ രൂപത്തിൽ ഇവിടെ കാണുന്നുണ്ട്. അത് ഇനിയാണ് വരക്കാൻ സൗകര്യം. അതായത് CD മാർക്കർ കൊണ്ടെല്ലാം വരച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്കിൽ ഇല്ലെങ്കിൽ ആ പെൻസിലിൻ്റെ നേർവരയും മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും വർക്ക് കഴിഞ്ഞാൽ ഇനി അത് മാറ്റാം. അപ്പോൾ ചെയ്തെടുത്താൽ ഈ രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ ഇനി അതിൻ്റെ കളറിങ്ങാണ്. യെസ്, അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ രൂപത്തിലാണ് കളർ കൊടുത്തിരിക്കുന്നത്. അതായത് ആദ്യം ബ്ലാക്ക്, റെഡ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്. ഈ കൊടുക്കുന്നത് നിങ്ങളെ കയ്യിലുള്ള ഏത് കളറാണോ, ഇപ്പോൾ ബ്രഷ് പെൻ സെറ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ കളർ മാർക്കറാണ് ഉള്ളതെങ്കിൽ മാർക്കർ കൊണ്ട് കൊടുക്കാം. ഇനി അതല്ല സ്കെച്ച് പെന്നാണുള്ളതെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇത് 3 ഇല്ലാത്തവരാണെങ്കിൽ ക്രയോണേ ഉള്ളൂ എങ്കിൽ അതുകൊണ്ടും കൊടുക്കുക. പക്ഷേ ഇങ്ങനത്തെ ചിത്രത്തിന് ക്രയോൺ കൊണ്ട് കൊടുത്താൽ ക്ലാരിറ്റി കുറയും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് തന്നെ ഉപയോഗിക്കുക. യെസ്. അതിനുശേഷം ഒന്ന് കട്ടിയിൽ പുറത്തുള്ള ബോർഡറും കൂടെ വരയുമ്പോൾ നല്ല ഗംഭീരമാവും. അപ്പോൾ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റുന്ന ചിത്രമാണ്. ചെറിയ കുട്ടികളെയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ചിത്രം ചെയ്യുന്നത്. അപ്പോൾ ഇത് 7ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള പാരലൽ ലൈൻസും കൂടിയാണ്. 7ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് സമാന്തര രേഖകൾ. ഈ വരച്ച എല്ലാ വരകളും സമാന്തരമാണ്. മറ്റൊന്ന്, ഓരോ വരയും
അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അത് 120 ഡിഗ്രി ചെരിവിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു 3D എഫക്റ്റുള്ള ചിത്രമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതേ കളർ തന്നെ എടുക്കണമെന്നില്ല. ഡാർക്ക് കളറിൽ നിന്നും ലൈറ്റിലേക്ക് വരുന്ന രൂപത്തിൽ നിങ്ങൾ കോമ്പിനേഷൻ മാറ്റി ചെയ്താലും രസമുണ്ടാകും. ഉദാഹരണത്തിന് വയലറ്റ്, ലൈറ്റ് ബ്ലൂ, റോസ്, ഓറഞ്ച്, മഞ്ഞ ആ രൂപത്തിലൊക്കെ കൊടുക്കുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു കളർ കോമ്പിനേഷനാകും. അതുകൊണ്ടാണ് കളറിങ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നത്. അപ്പോൾ തീർച്ചയായും നന്നായി തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ പുതുതായി വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.